വന്യജീവി ആക്രമണത്താൽ ദുരിതത്തിലായിരിക്കുകയാണ് അതിരപ്പള്ളി. നമ്മളിപ്പോൾ ഉള്ളത് പാർക്ക് സമീപം ഒരു കൃഷി ഈ കാട്ടാനക്കൂട്ടം എത്തി കൃഷി മേഖലയിലാകെ കൃഷിനാശം വരുത്തിയിരിക്കുകയാണ്. 100 വാഴകളാണ് ഇവിടെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. തുടർച്ചയായി ഈ ജനവാസ മേഖലയിലും അതുപോലെ തന്നെ ഈ കൃഷിയിടങ്ങളിലുമെല്ലാം കാട്ടാന ഇറങ്ങി നാശം വിതയ്ക്കുന്നതോടെ ജനജീവിതം തന്നെ ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിരപ്പള്ളിയിൽ നിലനിൽക്കുന്നത്. എന്തായാലും ഈ സ്ഥലവുടമ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താ ഇത് സംഭവിച്ചത്? എന്തായിരുന്നു? ഇപ്പൊ 3-4 പ്രാവശ്യമായി ഇവിടെ ആന സ്ഥിരം ശല്യമാണ്. അതായത് ഞങ്ങൾക്കിപ്പോൾ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. എന്നുവെച്ചാൽ പണിയെടുത്ത് ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല. ആനയാണ് ഇപ്പോൾ മെയിൻ. ആദ്യം പോത്ത്, മറ്റേ പന്നി, മാൻ, അതിനെ കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കടന്നു പോകാൻ പറ്റും. പക്ഷേ ഈ ആനയെ കൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ല, മനുഷ്യജീവന് പോലും ഒരു വിലയില്ല. ഇവിടെ എത്ര വാഴകൾ? ഇപ്പോൾ ഒരു 120 വാഴ, ഇതിക്ക് മുമ്പ് ഒരു 100 വാഴ, അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇത് ചെറുപ്പത്തിലെ തൊട്ട് ആന ഭയങ്കര ശല്യമാണ്. എത്ര ആന ഉണ്ടായിരുന്നു? ഇപ്പോൾ ഇവിടെ ഒരു 3 ആന വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇടയ്ക്ക് വരുന്നുണ്ട്. ഞങ്ങൾ കാവൽ നിന്നിട്ടും പോലും കാര്യമില്ല, കാരണം അവൻ നമ്മളെ ആക്രമിക്കാനാണ് വരുന്നത്. നമ്മൾ ഓടിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ചുമപ്പലൈറ്റ് ഇട്ടുണ്ട്, അപ്പൊ അവർ ശല്യം കുറയുന്നു. പക്ഷെ അത് ഇട്ടിട്ട് പോലും അവർക്ക് ഇതില്ല. ആനകൾക്ക് ഒന്നിനോടും പേടിയില്ല. ഇതിനോടും പേടിയില്ല. അതാണ്. പടക്കം പൊട്ടിച്ചാൽ പോലും പൊട്ടിച്ചാലും ഒന്നും അവർ ഒട്ടും ഇതില്ല എന്നുള്ളതാ. അപ്പൊ മനുഷ്യന് ഇപ്പൊ ഇത് നമ്മുടെ കൃഷി തന്നെയല്ലല്ലോ, അപ്പൊ മനുഷ്യന് പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇത്തരത്തിൽ തന്നെയാണ് ഒരു വലിയ പ്രതിസന്ധി അത് അതിരപ്പള്ളിയുടെ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടത്തുകാർ പറയുന്നത്. പ്രത്യേകിച്ച് കൃഷിയിടങ്ങൾ തുടങ്ങി വീടുകൾ തുടങ്ങി ഒരു സ്ഥലത്തും ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പല വീടുകളിലും ഇതുപോലെ തന്നെ ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ ഈ ചുവന്ന ലൈറ്റൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് വീടുകൾക്ക് മുന്നിൽ. പക്ഷേ അതുകൊണ്ട് പോലും അതൊന്നും കണ്ട് കാട്ടാനകൾ പിന്തിരിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പടക്കം പൊട്ടിച്ചാൽ പോലും കാട്ടാനകൾ പിന്തിരിഞ്ഞു പോകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിലും അധികം ആനകളുടെ എണ്ണം ഈ മേഖലയിൽ വർദ്ധിച്ചു എന്നുള്ളത് ഉൾപ്പെടെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടി ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.